അങ്ങനെ നല്ലതാണ്, അത്ര ഉപയോഗിക്കുക, നല്ല സുഗന്ധം. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയാണ്. അൽ ഹയാഉ, ഒന്ന് നാണമാണ്. വത്തഅത്തുറു, രണ്ടാമത്തേത് സുഗന്ധം ഉപയോഗിക്കലാണ്. വന്നിക്കാഹ്, വിവാഹം ചെയ്യാൻ കഴിയുന്ന ആളുകൾ വിവാഹിതരാകണം. അത് വെറുതെ നീട്ടിക്കൊണ്ടുപോയത്, ഞാൻ കോഴ്സ് കഴിയട്ടെ, ഞാൻ ഈ ലൈസൻസ് ഒന്ന് എടുക്കട്ടെ, എന്റെ വീട് പണി ഒന്ന് കഴിയട്ടെ, കച്ചവടം ഒന്ന് സെറ്റിലാവട്ടെ എന്ന് പറഞ്ഞ് നിക്കാഹ് കൊടുക്കാനും നിന്റെ കൂടെ കിടക്കാൻ ഒരിടവും ഭക്ഷണം കൊടുക്കാൻ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും വകയുണ്ടോ, നീ വിവാഹം ചെയ്യണം. അന്നിക്കാഹു വസ്സിവാക്, മിസ്വാക്ക് ചെയ്യണം, വായ വൃത്തിയാക്കണം. മിസ്വാക്ക് ചെയ്യാം. മിസ്വാക്ക് ചെയ്യലും വിവാഹം ചെയ്യലും സുഗന്ധം ഉപയോഗിക്കലും നാണമുണ്ടാവലും പ്രവാചകന്മാരുടെ ചര്യയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാഹു നമ്മളോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ ഒരു ആയത്തിനെടുത്ത് പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു ത്വയ്യിബാണ്, സംശുദ്ധനാണ്, സംശുദ്ധനാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു ത്വയ്യിബാണ് സ്വീകരിക്കുന്നത്. പ്രവാചകന്മാരോട് കൽപ്പിച്ചതെന്തോ അതുതന്നെയാണ് വിശ്വാസികളോടും അള്ളാഹു കൽപ്പിക്കുന്നത്. എന്തേ പ്രവാചകന്മാരോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങളെ ഹലാലും നല്ലതുമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. വഅമലൂ സ്വാലിഹാ, സൽക്കർമ്മം ചെയ്യണമേ. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞാൻ അറിയുന്നവനാണ്. അംബിയാഇന്റെ നിർദ്ദേശം, വട്ടിപ്പലിശക്കാരുടെ പെരിപ്പിട്ട് എന്ത് ചെയ്യണ്ട, ഭക്ഷണം കഴിക്കണ്ട. അതന്നെ കുലൂ മിനത് ത്വയ്യിബാത്ത്. പലിശ ഏർപ്പാടുള്ള ആളാണ്, പച്ചവെള്ളം കുടിക്കാൻ പറ്റൂല. ബാങ്കിലാണ് ഏർപ്പാട്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് ആകെയുള്ള വരുമാനം. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. എന്തേ? അള്ളാഹുവിന് ഇഷ്ടമല്ല. വേറെ വരുമാനം ഉണ്ടോ ഇല്ലേ, പിന്നെ മുസ്തബഹായി മാറും. പക്ഷെ ആകെയുള്ള വരുമാനം ഈ ബാങ്ക് ആശ്രയിച്ച് കിട്ടുന്ന ശമ്പളമാണ്. നാടെ ശമ്പളം, അയാളുടെ സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യമാണ്. വലിയ വിഷയമാണ്. നാട്ടിലൊന്നും വലിയ കാര്യമായി കൂട്ടാറുണ്ടാവില്ല ചിലപ്പോ. വലിയ വിഷയമാണ്. പണയപ്പെടുത്തിയിട്ടാണ്, പണയം വെച്ചിട്ടാണ്, പറയില്ലേ, ഒരു 2 പവന്റെ വളണ് വെച്ചാൽ പോരെ, എത്ര പെട്ടെന്ന് പൈസ കിട്ടും. സംഭവമൊക്കെ ശരിയാണ്. എത്ര പെട്ടെന്ന് അള്ളാഹുവിന്റെ ദേഷ്യവും കിട്ടും. അതിന്റെ കൂടെ തന്നെ അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശയുമായി ബന്ധപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത, ദീൻ അനുവദിക്കാത്ത, ഹലാലല്ലാത്ത ജോലികളിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒരു മുസ്ലിമിന് പറ്റൂല. അതൊക്കെ പറയുമ്പോൾ യുക്തിവാദികളും ദീൻ ബോധമില്ലാത്തവരൊക്കെ പലതും വിളിച്ചു പറയും. ഒരു പറഞ്ഞോട്ടെ, നമ്മൾ മുഅ്മിനീങ്ങളോടായി പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പറ്റൂല തന്നെയാണ്, നമുക്ക് പാടില്ല. യാ അയ്യുഹർ റസൂലു, മുർസലീങ്ങളെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ സംശുദ്ധമായ ഹലാലായ പൊരുത്തമുള്ള സാധനങ്ങളെ നിങ്ങൾ തിന്നാവൂ. വഅമലൂ സ്വാലിഹാ, സൽക്രമം ചെയ്യണമേ. ഇത് തന്നെയാണ് മുഅ്മിനീങ്ങളോടുമുള്ള നിർദ്ദേശം. അതായത് നല്ല ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയൂ എന്നാണ് അതിന്റെ മറ്റൊരാശയം. അതുകൊണ്ടാണ് ആദ്യം ഹലാല് തിന്നണം, പിന്നെ കർമ്മം ചെയ്യണമെന്ന് പറയാൻ കാരണം. ഹലാല് തിന്നുന്ന ആൾക്ക് നിസ്കരിക്കാനും നോമ്പുർക്കാനും ഖുർആൻ ഓതാനും സജ്ജനങ്ങളായി സ്വാലിഹീങ്ങളായി ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും നന്മ ചെയ്യാനും ദാനം ചെയ്യാനും ഒക്കെ തൗഫീഖ് വേണമെങ്കിൽ അയാൾ ഹലാലായത് തിന്നണം. അപ്പോഴേ അല്ലാഹു അമൽ സ്വാലിഹായിട്ട് സ്വീകരിക്കുള്ളൂ. യാ അല്ലാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുമ്മ ദക്കറ റജുൽ, പിന്നെ തങ്ങൾ ഒരാളുടെ, ഒരു യാത്രക്കാരന്റെ കഥ പറഞ്ഞു. യുതീലു സഫറ അശ്അസ അഗ്ബറ, ദീർഘമായ യാത്ര പോകുന്ന ചില ആളുകൾ. അശ്അസ അഗ്ബറ, മുടിയെല്ലാം ജടപിടിച്ച് പൊടിപുരണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് ആകെ തളർന്ന ഒരാള്, യാത്രക്കാരൻ. കുളിക്കാൻ പറ്റിയിട്ടില്ല, തലയാകെ ചെളി പിടിച്ച് പൊടി പിടിച്ച്, യാത്രക്കാരന്റെ എല്ലാ ക്ഷീണവുമുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് എളിമയോടുകൂടെ ദ്വാരക്കാനാണ്. അപ്പൊ തദല്ലുൽ, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കാൻ വേണ്ടി വിനയത്തിന്റെ വസ്ത്രം ധരിക്കണം. അങ്ങനെയൊക്കെ ഇജാബത്ത് കിട്ടാൻ എളുപ്പമാണ്, മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇയാളുടെ അവസ്ഥയിൽ അതൊക്കെ ഉണ്ട്, അതെല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്താ പറയുന്നത്? യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ, പടച്ചവനെ പടച്ചവനെ, എനിക്ക് ഇന്നത് തരണേ, അത് തരണേ, ഇത് തരണേ എന്നൊക്കെ പറഞ്ഞ് ആൾ ദുആ ഇറക്കുന്നുണ്ട്.
വമത്അമുഹു ഹറാം, തിന്നുന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, ഉടുക്കുന്ന വസ്ത്രം ഹറാമിന്റേതാണ്. വഉദിയ ബിൽ ഹറാം, കാലം കുറെ ആയിട്ടുണ്ട് ഹറാമിലാണ് ജീവിക്കുന്നത് തന്നെ. ഫഅന്നാ യുസ്തജാബു ലിദാലിക, ഈ മനുഷ്യന് എവിടെന്ന് ഉത്തരം കിട്ടാനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകന്മാരെ നമ്മൾ പിൻപറ്റണം. പ്രവാചകന്മാരോട് ഹലാല് തിന്നണമെന്ന് നിർദ്ദേശമുണ്ട്. നമ്മളും അത് തന്നെയാണ് പാലിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ മക്കളൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോ ബാങ്കിലെ ജോലികൾ നമുക്ക് പറ്റില്ല. ഇസ്ലാമിക് ബാങ്കിങ് ആണോ? പറ്റും. പക്ഷേ അല്ലാത്തത് നമുക്ക് പറ്റില്ല. ഒരു പലിശയെ സഹായിക്കുന്ന വിഷയങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചോയ്സുകളല്ലേ ഈ ലോകത്ത്. നമ്മൾ എന്തിനാ ഒരു ഹറാമിലേക്ക് തന്നെ മാത്രം കൈനീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിനോട് ഹലാലിനെ ചോദിക്കുക. അത്തരം ജോലികളിൽ പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് ഒഴിവാവാനുള്ള വഴി നോക്കുക. അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ ഹലാല് കൊണ്ടൊരു പരിഹാരം നൽകണമേ എന്ന് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു ഹലാല് കൊണ്ട് നമുക്ക് ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തനബി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു മറ്റൊരു വിഷയം. യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയേ, വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് സ്ഥാനമുണ്ടല്ലോ. വാങ്ക് കൊടുക്കുന്നവരെ പോലെ ആവണം. സുബ്ഹാനല്ലാഹ്. വാങ്ക് കൊടുക്കുന്നവരെ സ്വഹാബിമാര് പറയും, നബിയെ, അവർക്കൊക്കെ ഭയങ്കര കൂലിയല്ലേ നബിയെ, നമുക്ക് ആ കൂലി കിട്ടുന്നില്ലല്ലോ. നമ്മളെന്താ പറയാ, പള്ളിയിലെ മൊല്ലാക്ക, അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലെ വർത്താനം തന്നെ. എത്ര ബഹുമാനിക്കേണ്ട ആളുകളാണ് മുഅദ്ദിൻ. ആ മുല്ലാക്ക എന്നൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാ? മുല്ല എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനാണ്. മുല്ല അലിയുൽ ഖാരി എന്നൊക്കെ പറയും. മഹാപണ്ഡിതന്മാർക്കാണ് മുല്ല എന്ന് പറയുന്നത്. ഫാർസിയാണ്, പേർഷ്യൻ ഭാഷയാണ് മുല്ല. നമ്മളത് മുല്ലാക്ക എന്നാണ് പറഞ്ഞാൽ പിന്നെ ഹൗദ് കഴുകുന്ന ആള്, മൂത്രപ്പുര കഴുകുന്ന ആൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മുല്ലാക്കയെ കൊണ്ടും ഒരു മുഅദ്ദിനെ കൊണ്ടും അള്ളാഹുവിനെ മുൻനിർത്തി പറയണം, ഒരു മുക്രിക്കയെ എന്ത് ചെയ്യരുത്, മൂത്രപ്പുര കഴുകാനുള്ള ആളല്ല. നിങ്ങൾ വേറെന്തെങ്കിലും പണി കൊടുത്തോളൂ. മൂത്രപ്പുര കഴുകാനോ കക്കൂസ് കഴുകാനോ അല്ല ഒരു മുഅദ്ദിൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ വേറെ ഒരു ക്ലീനർ നിർത്തിക്കോളി. മുഅദ്ദിൻ വാങ്ക് വിളിക്കുകയും പള്ളിയുടെ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷേ മൂത്രപ്പുര കഴുകാനുള്ള പണി ആർക്ക് കൊടുക്കരുത്? മുക്രിക്കാർക്ക് കൊടുക്കരുത്. അത് നിങ്ങൾ വല്ല ബംഗാളികളോ നാട്ടുകാരോ ഒക്കെ കിട്ടും, അവർക്ക് എന്ത് ചെയ്യാം, പൈസ കൊടുത്തിട്ട് ചെയ്യിക്കാം. മുഅദ്ദിനുമാരെ താറടിച്ച് കാണിക്കരുത്. അവർ നിസ്സാരന്മാരല്ല. അവർക്ക് എല്ലാ മുഅ്മിനീങ്ങളെക്കാളും സ്ഥാനമുണ്ട്. അതല്ലേ സ്വഹാബിമാര് പറയുന്നത്. സ്വഹാബിമാര് പറയാൻ നബി തങ്ങളോട്, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയെ, വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുമാർക്ക് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനമുണ്ടല്ലോ നബിയെ. ആ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടൂലല്ലേ? എല്ലാവർക്കും കൂടി വാങ്ങ് കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ നബിയെ, ആ കൂലി ഞങ്ങൾക്കും വേണ്ടേ? നോക്കണം, സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ കൊതിച്ചു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ക് വിളിക്കണമെന്ന്? വല്ലാക്ക ടൈമിന് വാങ്ക് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര കച്ചറ ഏർപ്പെടും. എന്നാൽ ടൈമിന് വാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ വരുമോ? അതൊന്നുമില്ല. പക്ഷെ വാങ്ക് തെറ്റാൻ പാടില്ല. പണ്ടൊരു വല്ലാക്ക മനഃപൂർവ്വം അങ്ങനെ തെറ്റിച്ചു കൊടുത്തു എന്നാ കേട്ടത്. ഒറ്റ കുട്ടി അസർക്ക് നിസ്കരിക്കാൻ വരാഞ്ഞിട്ടേ മുമ്പ് 2 മണിക്ക് തന്നെ വാങ്ക് കൊടുത്തു. അപ്പോഴെല്ലാരും ഓടി വന്നിട്ട്, പടച്ചോനെ, എന്താ വല്ലാക്ക കണ്ണില്ലേ, ക്ലോക്കില്ലേ, സമയം അറിയണ്ടേ, എന്താ നിങ്ങളെ കാണിച്ചത്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊടുത്തന്നെ ഞാന്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ടൈമിന് ഞാൻ കൊടുക്കുമ്പോൾ വരാൻ വയ്യല്ലേ എന്ന് വല്ലാക്ക ചോദിച്ചു. അള്ളാഹു അല്ല ഉണ്ടായതാണോ അല്ലാത്തതാണോ അവിടായി പറയണോ അറിയില്ല. പക്ഷേ അങ്ങനെ സംഭവമുണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അവരോട് മേക്കിട്ട് കയറാൻ വലിയ എളുപ്പമാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ള ആളുകളാണ്, മറന്നു പോകരുത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ച വാങ്കാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മഹ്ദൂറ അൽ മക്കി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബി തങ്ങളുടെ മുക്രിമാരാണ്, നബി തങ്ങളുടെ മുഅദ്ദിനുമാരാണ്. അതിന്റെ പിന്മുറക്കാരാണ് ഇവർ. നമുക്കും വാങ്ങ് കൊടുക്കാൻ പറ്റും. മുക്രിക്കാനെ തന്നെ ഇടങ്ങാറാക്കണ്ട, ഒരു ദിവസം നമുക്കും കൊടുക്കാം. അത് കൂലിയുള്ള വിഷയമാണ്. തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, വാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും സ്ഥാനമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹ്, തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾക്കും അവരെ പോലെ കൂലി വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഖുൽ കമാ യഖൂലൂൻ, അവര് പറയുന്ന പോലെ നിങ്ങൾ പറയണം. അങ്ങനെ വാങ്കിന് നിങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്കും പ്രതിഫലം തരും. വാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉത്തരം കൊടുക്കല്ലേ. ഹയ്യ അലൽ സ്വലാ പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ
വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. ആ ദുആ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കിൻ തുഅത, നിങ്ങൾക്കും അല്ലാഹു പുണ്യം തരും, സ്ഥാനം തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനുമാരെ പോലെ നിങ്ങൾ മറുപടി പറയണം. മുഅദ്ദിന്റെ കൂടെ ബാങ്ക് കൊടുക്കുമ്പോൾ മറുപടി കൊടുക്കണമെന്നാണ്. പിന്നെ തങ്ങൾ ചോദിച്ചു, അബൂ ലംലമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റൂലേ? ഓരോരുത്തരെ പിൻപറ്റാൻ പറയാണ്. സജ്ജനങ്ങളുടെ പാതയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നിങ്ങളിൽ ആർക്കാണ് അബൂ ലംലമിനെ പോലെ ആവാൻ കഴിയാത്തത്? നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? അബൂ ലംലമിനെ പോലെ ആവാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? അവർ ചോദിച്ചു, നബിയേ, ആരാണ് നബിയേ അബൂ ലംലം? മാദാ കാന യസ്നഉ അബൂ ലംലം? അബൂ ലംലം എന്ന് പറയുന്ന ആൾ എന്താ നബിയെ ചെയ്തത്? കാന റജുലൻ മിമ്മൻ കാന ഖബ്ലനാ, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരാളാണ്. ഇദാ അസ്ബഹ, നേരം വെളുത്താൽ അയാൾ പറയും, ഒരു പാറപ്പുറത്ത് കയറി വന്നിട്ട് അയാൾ പറയും, അല്ലാഹുവേ, ദാനം ചെയ്യാൻ കഴിവുള്ള മുഴുവൻ ആളുകളും നിനക്ക് ദാനം ചെയ്തു. പൈസ ഉള്ളവരൊക്കെ പൈസ കൊടുത്തു. കുറേക്കാരെ ലോഡ് കല്ലും സിമെന്റും ഒക്കെ ഏറ്റെടുത്തില്ലേ? മാഷാ അല്ലാഹ്, ബക്കറ്റിലേക്ക് കൊടുത്തില്ലേ? ഇല്ലേ? അൽഹംദുലില്ലാ. നിങ്ങൾക്ക് പകരം എന്തെങ്കിലും സംഘാടകർ നാളത്തെ പരിപാടിക്കെങ്കിലും ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേ. നമ്മുടെ അതിഥികൾ വരും. ഉണ്ടോ? അവിടെ എന്തോ കുടിക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ തരാതെ ഒറ്റയ്ക്ക് അവിടെ കുടിക്കലെന്തോ നടക്കുന്നുണ്ട്. അപ്പൊ നാളത്തെ പരിപാടിക്ക് എന്ത് ചെയ്യുക? ആരെങ്കിലും ഒരാള്, തൗഫീഖുള്ള ഒരാൾ, ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പി തണുപ്പത്തിരിക്കുമ്പോഴേ അത് റാഹത്തായിരിക്കും. പൈസക്കല്ല, കച്ചവടത്തിനല്ലേ, വെറുതെ ഇൻഷാ അല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻഷാ അല്ലാഹ് വലിയ ഖൈറായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറെ നേരം ഇരിക്കുമ്പോഴേ ഞാനും കുടിക്കില്ല, ഞാൻ കൂടെ കുടിച്ചാൽ കണ്ണേറ് കൊള്ളും. അമ്മമാര് ഇരുത്താൻ ഇരിക്കണത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പടച്ചാനെ അവസ്ഥ കട്ടൻ ചായ കുടിക്കണ്ടില്ല, എനിക്ക് കിട്ടിക്കണമെങ്കിൽ. അപ്പൊ ഞാനും കുടിക്കണില്ല, തൊട്ടിട്ടില്ല, വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ നിങ്ങളൊപ്പം തന്നെ. നാളത്തെ വേദന, നാളെ ഭക്ഷണമൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അപ്പൊ ഭക്ഷണം തന്നെ നാളെ റെഡിയാണ്. അപ്പൊ എന്തായാലും നാളെ കുറച്ച് ആൾ ഏറെയും വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലെ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. അതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ സംഭാവനകളാണ്. അള്ളാഹു അതിനൊക്കെ അർഹമായ കൂലി പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ. അള്ളാഹു വാരി കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആവാൻ എന്താ പ്രയാസം? അപ്പൊ അബൂ ലംലം എന്ത് ചെയ്യും? നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയ ആളാണ്, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ്. അദ്ദേഹം ഒരു പാറപ്പുറത്ത് വന്നിട്ട് അങ്ങനെ വിളിച്ചു പറയും, അല്ലാഹുവേ, എല്ലാവരും പൈസ ഉള്ളവരൊക്കെ കൊടുത്തു റബ്ബേ, എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല. എന്റെ അഭിമാനമുണ്ട്, ഞാൻ അത് സ്വതക്ക ചെയ്യാണ് റബ്ബേ. എന്നെ ആരെല്ലാം ചീത്ത വിളിക്കുന്നുണ്ടോ, ആരൊക്കെ പരിഹസിക്കുന്നുണ്ടോ, അല്ലാഹുവേ, ഞാൻ അവർക്ക് എന്റെ അഭിമാനം ദാനമായി കൊടുത്തു റബ്ബേ. എനിക്ക് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല റബ്ബേ. എന്നെ അപമാനിച്ചവർക്ക് ഞാൻ പകരം അപമാനിക്കൂല റബ്ബേ. എന്നെ ചീത്ത വിളിച്ചവരോട് ഞാൻ പകരം ചോദിക്കില്ല റബ്ബേ. എന്നെ കളിയാക്കിയവരോട് ഞാൻ നാളെ പകരം ചോദിക്കൂല. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞൊരു മഹാനെയാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്, അബൂ ലംലം റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ അങ്ങനെ ആവാൻ പറ്റൂലേ? എല്ലാറ്റിനും പകരം വീട്ടാൻ നടക്കുകയാണോ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ മൊത്തം നടക്കല്ലേ? ഒരു കാര്യം നടന്നാ പിന്നെ പകരം വീട്ടുക, എന്നാ കാണിച്ചരാന്ന് പറയാ. എന്നിട്ട് അടി പള്ളിന്റെ മുമ്പിലൊക്കെ ഒച്ചപ്പാടും ബഹളം എന്തൊക്കെയാ കണ്ടത്. സുബ്ഹാന ജല്ല ജലാലു. ഉന്തും തള്ളും അള്ളാന്റെ മസ്ജിദിന്റെ മുമ്പിൽ. യാ അല്ലാഹ്, എന്തൊരു വിഷമമാണ്, എന്നാണ് റബ്ബേ ഇതൊക്കെ തീരാന്ന്. അള്ളാഹു ബോധം കൊടുക്കട്ടെ. ഇബ്ലീസ് തലയിൽ കയറി കളിക്കുകയാണ്, നമ്മൾ നിന്ന് കൊടുക്കരുതേ. ഒരാളും ഒരാളെയും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ പ്രഹരിക്കുകയോ ഒന്നും ചെയ്യാൻ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ ചെയ്യുന്നത്? അബൂ ലംലം ആരായിരുന്നു നബിയെ? തങ്ങൾ പറഞ്ഞു, അബൂ ലംലം നേരം വെളുത്താൽ വന്ന് പറയും, അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി ഖദ് തസദ്ദഖ്തുൽ യൗമ ബിഇർളി, അല്ലാഹുവേ, ഞാൻ ഇന്ന് എന്റെ അഭിമാനം നിനക്ക് സ്വതക്ക നൽകിയിരിക്കുന്നു റബ്ബേ. എന്റെ അഭിമാനം ഞാൻ നിനക്ക് ദാനം നൽകി. അലാ മൻ ളലമനി, എന്നെ ആക്രമിച്ചവന്, ഫമൻ ളറബനി ലാ അദ്രിബുഹു, എന്നെ അടിച്ചവനെ ഞാൻ തിരിച്ചടിക്കുകയില്ല റബ്ബേ. വമൻ ശതമനി ലാ അശ്തുമുഹു, എന്നെ ചീത്ത വിളിച്ച ആളെ ഞാൻ പകരം ചീത്ത വിളിക്കില്ല. വമൻ ളലമനി ലാ അദ്ലിമുഹു, എന്നെ ഉപദ്രവിച്ചവനെ ഞാൻ പകരം ഉപദ്രവിക്കുകയില്ല അല്ലാഹ് എന്ന് പറഞ്ഞ അബൂ ലംലമിനെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിക്കൂടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ? അപ്പൊ അബൂ ലംലമിനെ പിൻപറ്റാൻ എന്ത് ചെയ്യാ? പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, ചീത്ത വിളിക്കുന്നവര് ചീത്ത വിളിച്ചോട്ടെ, പരിഹസിക്കുന്നവര് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഈ പരിഹസിക്കുമ്പോ. അപ്പൊ അവര് സന്തോഷിച്ചോട്ടെ, അവര് സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അൽഹംദുലില്ലാ. അങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു റാഹത്താണ്.
നമ്മൾ എന്തിനായി ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനും, അവർക്ക് മറുപടിക്ക് മറുപടി, പിന്നെ അതിന് വേറെ മറുപടി, എന്തിനു മറുപടി പോയി പറയണത് പിന്നെ മനസ്സിലാവാത്ത കോലത്തിലായി പോകും. എന്തിനു പറയുന്നവര് പറയട്ടെ, നമ്മൾ നല്ല കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുക, നന്മ മാത്രം ദഅവത്ത് ചെയ്യുക. അല്ലാത്ത ഫിത്നയുടെയും ഷർറിന്റെയും അഹലുകാർ ലോകത്തുണ്ടാവും, അവരവരുടെ പണിയെടുക്കും. പക്ഷേ ഹിദായത്തിന്റെയും നന്മയുടെയും ആളുകൾ അവരുടെ ദഅവത്തിന്റെ പണിയെടുക്കണം. അവരെന്ത് ചെയ്യരുത്? മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളയരുത്. ദീൻ ഹക്ക് ഹക്കായിട്ട് പറഞ്ഞു കൊടുക്കുക, സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബൂ ലംലമിനെ പോലെ നമുക്ക് ആവാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരോടും പകരം വിട്ടണ്ട, അള്ളാഹുവിനെ ഏൽപ്പിക്കാം, അള്ളാഹുവിനെ ഏൽപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലാ അദ്രി മാ ഖദ്റു മുഖാമി ഫീകും. സ്വഹാബികളെ, ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഹനീഫക്ക് ട്രെയിനിന് പോണ്ടേ? നിങ്ങൾ പോയിക്കോളൂ, സമയം. ഞാൻ നിങ്ങളിൽ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളോട് വിട പറയാൻ പോവുകയാണ്. യാ അല്ലാഹ്, എന്തായിരിക്കും അതിലെ? നമുക്ക് മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ വഫാത്തായപ്പോഴേ, പടച്ചോനെ ഇനി ആരാ റബ്ബേ? നമ്മളൊരു വല്ലാത്തൊരു ശൂന്യത അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ വഫാത്തായ സമയത്ത് സൈനുൽ ഉലമ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ യാത്ര. റബ്ബേ, ആരാ പടച്ചവനെ ഇനി ഞങ്ങൾക്ക്? ആരാണ് അള്ളാഹുവെ ഇനി ഞങ്ങൾക്ക് ഇനി പകരം നൽകുന്നത്? അള്ളാഹുവെ, ഈ ശൂന്യത എങ്ങനെ നീ പരിഹരിക്കും? അള്ളാഹിന്റെ റസൂലൊക്കെ വഫാത്താകുന്ന ആ വഫാത്ത് എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര വിഷമുണ്ടായിട്ടുണ്ടാവും സ്വഹാബികൾക്ക്, എത്ര വിഷമുണ്ടാവും. ഇന്ന് എത്ര ആലിമീങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഒരാളെ നഷ്ടപ്പെടുമ്പോഴേക്ക് എന്തൊരു വേദനയാണ്. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ദുആ സമ്മേളനത്തിൽ ഉസ്താദ് വന്നിട്ടുണ്ട് അല്ലേ? ഉസ്താദ് വന്ന് നമ്മുടെ ഈ മദ്രസയുടെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ നമ്മുടെ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാഡമിക്ക് 5000 രൂപ ഉസ്താദ് തന്നു എന്നാണ് എന്റെ അറിവ് അല്ലെ. അള്ളാഹു മഹാനോടെ ഖബറിനും സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ വല്ലാത്തൊരു മഹാന. ഏത് പരിപാടിക്ക് ചെന്നാലും സംഘാടകർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കലാണ്. അത് 5000, 10,000, 25,000 ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ പരിപാടി ഉഷാറാക്കി നടത്തിക്കോളി എന്ന് പറയും. അങ്ങനത്തെ ഒരു മഹാനാണ്. മരിച്ചുപോയി, വഫാത്തായി. അവരുടെ ദുആ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് കുട്ടികളുണ്ടായിരുന്നു, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല അതിന് ഉത്തരം കൊടുത്തിരുന്നു. ആ മഹാനുഭാവൻ ഇന്ന് ഖബറിനുള്ളിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കണേ റബ്ബേ. അവരുടെ വിയർപ്പും അധ്വാനവുമാണ് ദാറുത് തഖ്വ എന്ന് പറയുന്ന സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ പാലപ്പള്ളിയിൽ. മഹാനവറുകളുടെ അവർക്ക് അവരുടെ ദുആ കൊണ്ട് ഉത്തരമുണ്ടായി, കുട്ടികളുണ്ടായ ആളുകള് കുറെ കൊല്ലങ്ങളായിട്ട് കുട്ടികളില്ലാത്തവർ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ദാറുത് തഖ്വയിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കും. അത് ഉസ്താദിനെ സന്തോഷപ്പെട്ട് കൊടുക്കണതാ. പക്ഷെ ഉസ്താദ് അത് നേരെ എന്ത് ചെയ്യും? സ്ഥാപനത്തിന് കൊടുക്കും. ഖബറൊക്കെ കുഴിച്ച് റെഡിയാക്കി വെച്ച് എല്ലാം ഒരുങ്ങിയിട്ടാണ് അവരെ യാത്രയായത്. അള്ളാഹു അവരെ നമ്മെ സ്വർഗ്ഗലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, ആമീൻ. ആ ബഹുമാനപ്പെട്ട മുറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, യാ അള്ളാഹ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഷാർജയിലെ നമ്മുടെ തുർമുദി മദ്രസ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പൊ നാട്ടിൽ ഉസ്താദ് സെറ്റിലായതിനു ശേഷം മുറൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ നാട്ടുകാരനാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഇപ്പൊ എത്രയായി വഫാത്തായിട്ട്? 1 വർഷമായോ? 1 വർഷം ആവുന്നുള്ളൂ. 2 മഹാന്മാർ. അവരൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ്. അള്ളാഹു മഹാനോടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദ് പലതവണ കാണുമ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വയലിന് നാട്ടിലേക്ക് വളപുരത്തേക്ക് ഒരു ദിവസം വയലിന് വരണമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഡേറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ വലിയ വിഷമത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊരു അത്ഭുതത്തിലുണ്ടായ വിഷയമാണ് പറഞ്ഞതിന്റെ കഥ. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് ഇപ്പോഴാണ്, അള്ളാഹുവിന്റെ കണക്കാക്കിയ സമയം ഇപ്പോഴാണ് കണ്ട് എത്തിയത്. പക്ഷേ മഹാനായ മുറൂർ ഉസ്താദൊക്കെ വലിയ സന്തോഷം പറയുമായിരുന്നു, നാട്ടിലേക്ക് വരണം, വളപുരത്തേക്ക് വരണം, അവിടെ നിന്ന് വേള പറയണം എന്നൊക്കെ. അള്ളാഹു മഹാന്റെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഷാർജയിൽ ഗൾഫിലുള്ള സമയത്ത് എപ്പോഴും നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും മദ്രസയുടെ അവിടുത്തെ ഷാർജയിലെ മദ്രസയുടെ ചില വിഷമങ്ങളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ നേരിട്ട് മുറൂറിലൊക്കെ പോയി ആ വിഷയം ഇടപെട്ട് സംസാരിക്കാനും ലൈസൻസ് വാങ്ങിത്തരാനും ഒക്കെ ഉസ്താദ് അവസാന സമയം വരേക്കും അതിന് സമയം കണ്ടിരുന്നു എന്നാണ് വലിയ അത്ഭുതം. അല്ലാഹു തആല മഹാന്റെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഇവിടെ മക്കൾ ആബിദ് യമാനി അവരൊക്കെ വിഷയം വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു ഒരുപാട് മഹത്തുക്കളുള്ള ഒരു നാടാണിത്. നിബിതങ്ങൾ പറയാൻ, ഇന്നി ലാ അദ്രി മാ ഖദ്റു മുഖാമി ഫീകും, ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുക എന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. ഫഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി, എന്റെ ശേഷം വരാൻ പോകുന്ന 2 ആളുകളെ നിങ്ങൾ പിൻപറ്റണമേ. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ ചൂണ്ടി പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു,
എന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ കാലശേഷം നിങ്ങൾ പിൻപറ്റണമേ. വഹ്തദൗ ബിഹദി അമ്മാർ, എന്റെ സ്വഹാബിയും എന്റെ ശിഷ്യനുമായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണമേ. വമാ ഹദ്ദസകും ഇബ്നു മസ്ഊദ് ഫസദ്ദിഖൂഹു, എന്റെ സ്വഹാബിയും എന്റെ ശിഷ്യനുമായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണോ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരുന്നത് ആ ഹദീസ് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമയെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമയെ, ഇവരൊക്കെ നബി തങ്ങൾ പിൻപറ്റാൻ പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറയുന്നത്. സജ്ജനങ്ങളെ പിൻപറ്റാനുള്ള ആഹ്വാനം. ഞാൻ പോവുകയാണ്, പക്ഷേ സിദ്ദീഖ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും റളിയല്ലാഹു അൻഹു. ഞാൻ പോവുകയാണ്, പക്ഷേ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ അവരെ പിൻപറ്റണമേ. അമ്മാർ ഇബ്നു യാസിർ ഇവിടെയുണ്ട്. അമ്മാർ ഇബ്നു യാസിർ എന്നവരെ പിൻപറ്റണമേ. യാ അല്ലാഹ്, അവരൊക്കെ ഒരുപാട് ദീനിന്റെ ഖിദ്മത്ത് ചെയ്തവരാ. അവരൊക്കെ യുദ്ധക്കളത്തിൽ അബ്ലൗ ബലാഅൻ ഹസന, ജീവൻ അല്ലാഹുവിനെ സമർപ്പിച്ച മഹാന്മാരാണ്, ജീവത്യാഗം ചെയ്തവരാണ്. വമാ ഹദ്ദസകും ഇബ്നു മസ്ഊദ് ഫസദ്ദിഖൂഹു, എന്റെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണമേ. വളരെ മെലിഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മെലിഞ്ഞിട്ട് ഹൈറ്റും കുറവാണ്. ഒരു സ്വഹാബിമാരൊക്കെ ഇരുന്നാല് ഇബ്നു മസ്ഊദ് എന്നവർ നിൽക്കുകയാണെങ്കിൽ സ്വഹാബിമാർ ഇരിക്കുന്ന ഹൈറ്റിലാണ് ആരുണ്ടാവുക? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത്രയും മെലിഞ്ഞ ആളാണ്, ഹൈറ്റും കുറവാണ്, മെലിഞ്ഞിട്ടുമാണ്. അന്ന് നബി തങ്ങൾക്ക് വേണ്ടി ഒരറാഖിന്റെ കഷ്ണം പറിക്കാൻ നബി തങ്ങൾ പറഞ്ഞയച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരെ ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറയാറുണ്ട്. ഇബ്നു ഉമ്മി അബ്ദ്, ഇബ്നു മസ്ഊദ് അങ്ങനെ മറ്റൊരു പേരാണ്. മഹാനവറുകൾ ആ ഒരു മരച്ചില്ലയിൽ കയറിയിട്ട് നബി തങ്ങൾക്ക് അറാഖിന്റെ കൊമ്പ് പൊട്ടിക്കുമ്പോ